കണ്ണൂരിലെ കോൾടെക്സിൽ സ്റ്റോർ ഉദ്ഘാടനത്തിന് ₹1 ഷൂ വാഗ്ദാനം ചെയ്ത് കടയുടമകൾ. ഇതോടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ആളുകൾ കൂട്ടത്തോടെ എത്തി. പക്ഷേ 75 പേർക്ക് മാത്രമാണ് ഷൂ നൽകിയത്. ആളുകൾ കൂട്ടം കൂടിയതോടെ വലിയ ഗതാഗത തടസ്സമുണ്ടായി. അങ്ങനെ ഗതാഗത തടസ്സമുണ്ടാക്കിയതിന് ഉടമസ്ഥർക്കെതിരെ കേസെടുത്തു. ഒരു ഓഫർ കൊണ്ട് പൊല്ലാപ്പിലായ കഥയാണിത്. ₹1 നോട്ടുമായി വന്നാൽ, അതായത് പണ്ടത്തെ ₹1 നോട്ടുമായി വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഷൂ നൽകാം, സൗജന്യമായി ഷൂ നൽകാം എന്നൊരു ഓഫറായിരുന്നു. അത് ഈ കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇതാണ് ആ കട, മൾട്ടി സ്റ്റോർ. അതിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉടമകൾ അത്തരത്തിലൊരു ഓഫർ വെച്ചത്. പക്ഷേ സംഭവം കൈവിട്ടു പോയി. ഈ പല അന്യ ജില്ലകളിൽ നിന്ന് വരെ, ഈ കോഴിക്കോട്, മലപ്പുറത്ത് നിന്നടക്കം കുട്ടികൾ ഇങ്ങോട്ടേക്ക് എത്തി. ഈ ഓഫർ നമുക്കറിയാം വലിയ വിലയുടെ ഷൂ ആണ്. അപ്പൊ സ്വാഭാവികമായും ഇത്തരത്തിൽ ഓഫർ ഉണ്ടെന്ന് കേട്ടാൽ, ഈ ₹1 കിട്ടുമെന്ന് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇവരൊക്കെ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ എത്തിയതാണ് ഈ കുട്ടികളൊക്കെ ഇങ്ങോട്ടേക്ക്. ഒടുവിൽ ആളുകളുടെ എണ്ണം വല്ലാതെ അങ്ങ് കൂടി. കൂടാതെ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. കൂടാതെ തന്നെ 75 പേർക്ക്, ആദ്യം എത്തുന്ന 75 പേർക്ക് മാത്രമായിരുന്നു ഈ ഓഫർ വാഗ്ദാനം നൽകിയിരുന്നത്. കൂടാതെ ഈ 75 പേർക്ക് അധികം ആളുകൾ വന്നതോടെ കൊടുക്കാൻ ഷൂ ഇല്ല. ആളുകൾ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ആകെ കളി കാര്യമായി. ഒടുവിൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തേണ്ടി വന്നു. പോലീസ് ഇങ്ങോട്ടേക്ക് എത്തി കുട്ടികളെ, ഈ എത്തിയ ആളുകളെ അടക്കം പേടിപ്പിച്ച് ഓടിക്കേണ്ട അവസ്ഥയാണ് ഒടുവിൽ ഉണ്ടായത്. കൂടാതെ തന്നെ ഇത്തരത്തിലൊരു സംഭവം, ഇങ്ങനെയൊരു ഓഫർ നൽകുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനത്തിരക്ക് ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസിൽ അറിയിക്കാത്തതും പരിഗണിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഈ ഉടമകൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. താമരശ്ശേരി സ്വദേശികളാണ് ഉടമകൾ. ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ കട അടച്ചുപൂട്ടേണ്ട ഗതികേടിലുമായി.